താനന്നൈ 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 താനാതനനൈ. നാടകക്കാരൻ കുറച്ച് സാമ്പത്തികമായി താഴെക്കടയിൽ നിൽക്കുന്നവനാണ്. അവന് കഷ്ടപ്പാടിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവൻ്റെ കലയ്ക്കനുസരിച്ചുള്ള മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വാല്യൂവോ പ്രതിഫലമോ ഇന്നും ലഭിക്കുന്നു എന്നെനിക്ക് അഭിപ്രായമില്ല. നാടോടിപ്പാട്ടിൻ്റെ നാഴൂരി വിത്തും നാടൻ പെണ്ണിൻ്റെ നാണത്തിൻ മുത്തും പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എൽ പി ആർ വർമ്മയുടെ പാട്ട്. ഇതൊക്കെ അച്ഛൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പാട്ടിന്റെ സൃഷ്ടാക്കളുമായിട്ട് ഒരു കാലത്ത് എനിക്ക് സഹകരിക്കാൻ പറ്റുമെന്ന്. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ. ഇടനെഞ്ഞിനാണ് എല്ലാവരും ഇടനെഞ്ചിൻ താളം. കല്ലറ ഗോപനെ പോലൊരു സുഹൃത്തിനെ സംഗീതത്തിന്റെ ഇടനാഴികളിൽ എങ്ങും കാണാൻ സാധിക്കില്ല എന്നാണ് ശ്രീ ജി വേണുഗോപാൽ ഈ അടുത്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു. പരസ്പരം ആസ്വദിക്കാൻ എന്ന് പറയുന്നത് ഈസി അല്ല, പരസ്പരം അസൂയപ്പെടുന്നതിനാണ് എളുപ്പം. അളക്കുവാനാകുമോ ആഴവും. പലരും പറയാറുണ്ട് അർഹിക്കുന്ന അംഗീകാരങ്ങളൊന്നും ഗോപന് കിട്ടിയിട്ടില്ല. ഒരിക്കലുമല്ല, അർഹിക്കുന്ന കൂടുതൽ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൊന്നോട് കുഴൽ പീലി തിരുമുടി ചെഞ്ചൊടി ശ്രീവത്സമുദ്രയുമായി ഞാൻ പാടിക്കൊടുത്തു. അപ്പോൾ ജേട്ടൻ പാടിയപ്പം പൊന്നോട് കുഴൽ എന്ന് വന്നു. ഇത്രയും ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ടെങ്കിലും ഞാൻ ആരടുത്തും ഇതുവരെ അവസരങ്ങൾ ചോദിച്ചിട്ടില്ല. അതെൻ്റെ അഹങ്കാരമായിരുന്നില്ല. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. പാട്ട് ജീവിതത്തിന്റെ ഏറെക്കാലവും നാടകങ്ങൾക്കൊപ്പമായിരുന്നു. 9 തവണ മികച്ച ഗായകനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ്, ഇത്തവണ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ്. നാടകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങിയതും. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു നാടക സംഘമുണ്ട്, ശംഖശക്തി. അവിടെയാണ് തുടങ്ങിയത് ഞാൻ. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ നാടക പ്രവർത്തകർ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് കലാകാരന്മാരുണ്ട്. ഒരു വിജയരംഗൻ, തിരുപ്പങ്കോട് മുരളി, ഒരു ആർ രമേശൻ നായർ ഒക്കെ ചേർന്നിട്ട് ഒരു നാടക സംഘം രൂപീകരിക്കപ്പെട്ടു. അവിടെ നിന്നാണ് തുടക്കം. അത് അവിടെ ഞാൻ യാദൃശ്ചികമായിട്ട് ചെന്ന് പെട്ടതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനൊരു അല്പം പാട്ടിൻ്റെ അസുഖം ഉണ്ടെന്നുള്ള അവിടേക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവരോട് അങ്ങ് കൂടുകയായിരുന്നു. PK വേണുഗോപാൽ സാറാണ് നാടകത്തിൻ്റെ ഡയറക്ഷൻ. അത് സാധാരണ നാടകമായിരുന്നില്ല. അത് ആ പ്രദേശത്തുണ്ടായിരുന്ന തൊഴിലാളികളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം പിന്നെ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് അതിലുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രോളിറ്റേറിയൻ തിയേറ്റർ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. തോറ്റം എന്നായിരുന്നു നാടകത്തിന്റെ പേര്. ആ പാട്ട് ഓർമ്മയുണ്ടോ? താനന്നൈ 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 താനാതനനൈ. പഞ്ചവർണ്ണ കിളി പാടും പുഞ്ചക്കതിരേലയിലെ മകരക്കൊയ്ത്ത് മകരക്കൊയ്ത്ത്. പുതിയ വിധപ്പാട്ടിനു താളം തൂടി കൊട്ടിടുന്ന മകരക്കൊയ്ത്ത് മകരക്കൊയ്ത്ത്. അങ്ങനെ കുറെ പാട്ടുണ്ട്. ഇതിനുശേഷം ഏതൊക്കെ നാടക ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് പിന്നെ വന്നു? ഞാൻ KPSC, സൗവർണിക, കാളിദാസ കലാകേന്ദ്രം. പിന്നെ ആ കാലത്ത്, അതായത് ഞാൻ ഒരു 85, 86, 87 കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ തന്നെ ഒരുപാട് നാടക ട്രൂപ്പുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. സൗവർണിയുടെ ആദ്യത്തെ നാടകം സുന്ദരൻ കല്ലായിയുടെ രചന സംവിധാനത്തിലുള്ള അമ്പ് എന്ന പേരിലുള്ളൊരു നാടകമാണ് ആദ്യത്തെ നാടകം. അതിൽ പിന്നെ ലൈവായിരുന്നു. ഓർക്കസ്ട്രയും സിംഗറും നടന്മാരും വണ്ടിയിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ഉടനീളം എവിടെയെല്ലാം നാടകം കളിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ 2 നാടകങ്ങളൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ 2, 3 നാടകങ്ങൾ വരെ ഉണ്ടായിരുന്ന ചില കാലങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ
ഹാർമോണിയവും തബലയുമായിട്ട് വണ്ടിയിൽ ഈ നടന്മാരോടൊപ്പം സഞ്ചരിച്ച് ഓരോ സ്ഥലത്തും പോയി നാടകം ലൈവായിട്ട് പാടി, ലൈവായിട്ട് ഓർക്കസ്ട്ര വെച്ച് അങ്ങനെ ആയിരുന്ന കാലമായിരുന്നു. തുടക്കകാലത്തെ ലൈവായിട്ടായിരിക്കുമല്ലോ പാടിയിരുന്നത്, ലൈവായിട്ട്, അതെ, എല്ലാം ലൈവാണ്. ലൈവാണ്. ഇപ്പം അത് റെക്കോർഡിങ്ങിലേക്ക് മാറുകയും ചെയ്തു. ആ ഒരു കാലവും ഈ ഒരു കാലവും കൂടെ ഓർക്കുമ്പോ എങ്ങനെയാണ്? ലൈവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അത് വളരെ ആസ്വാദ്യകരവുമാണ്. ജനങ്ങളുടെ മുന്നിൽ പിന്നെ ഒരു വേറൊരു മാധ്യമമില്ല. മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ്. മനുഷ്യന്റെ കലാപ്രകടനം, ആലാപനമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അഭിനയമാണെങ്കിലും രംഗ സംവിധാനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണത അത് അങ്ങനെ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. സാങ്കേതികമായിട്ടും സാഹചര്യങ്ങൾ കൊണ്ടും അതിന് നിവൃത്തിയില്ലാത്തൊരു കാലമാണ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉൾക്കൊള്ളിക്കണം. പിന്നെ ഈ ഓരോ നാടകത്തിനും കിട്ടുന്ന തുച്ഛമായ തുക ഇത്രയും പേർക്ക് വിധിച്ചു ഉണ്ടാകുന്ന നാടകക്കാരന് കുറച്ച് സാമ്പത്തികമായി താഴെക്കടയിൽ നിൽക്കുന്നവനാണ്. അവന് കഷ്ടപ്പാടിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവൻ്റെ കലയ്ക്കനുസരിച്ചുള്ള മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വാല്യൂവോ പ്രതിഫലമോ ഇന്നും ലഭിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. നാടകങ്ങള് വലിയ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് കാരണം കൂടിയായ ഒരു കാലത്താണല്ലോ പാടി തുടങ്ങുന്നത്. അല്ല, അതും ശരിയാണ്, തീർച്ചയായിട്ടും. കലകളെല്ലാം തന്നെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല, അത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് കലയെ. പാടിയ പാട്ടുകളിലെ ഏറ്റവും കൂടുതൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഏതെങ്കിലും ഓർമ്മ? അത് പിന്നെ നേരത്തെ പറഞ്ഞു, സൗവർണികയുടെ നാടകം, ആ ഒരു ആദ്യത്തെ നാടകം 83-ഓ 84-ലോ ആണ്, 1983-ലോ 84-ലോ ആണ് അത് ആരംഭിക്കുന്നത്. കുമരകം രാജപ്പൻ എന്ന ഒരു സംഗീത സംവിധായകൻ. നമ്മൾ പഴയകാല നാടകങ്ങളെല്ലാം എടുത്താൽ സംഗീതം കുമരകം രാജപ്പൻ, സംഗീതം MK അർജുനൻ, സംഗീതം MK അർജുനൻ അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ നാടകം കുമരകം രാജപ്പനാണ് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. അർജുന മാഷിന്റെ ശിഷ്യനാണ് അദ്ദേഹം, കുമരകം രാജപ്പൻ. നാടോടിപ്പാട്ടിന്റെ നാഴൂരി വിത്തും നാടൻ പെണ്ണിന്റെ നാണത്തിൻ മുത്തും ഉഴുതു വിതച്ചിട്ട മനസ്സിന്റെ പാടത്തോരില ഈരില കൺ തുറന്നു, ഓരില ഈരില കൺ തുറന്നു. ഇതാണ് ഞാൻ ആദ്യം ആയിട്ട് നാടകത്തിന് വേണ്ടി പാടിയ പാട്ട്. ഇത് പെരപ്പംകുടി മുരളിയാണ് ഇതിൻ്റെ രചന. മുരളി സാറിൻ്റെ നാടക പ്രവർത്തനങ്ങളിലൂടെ സഹകരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കല്ലറഗോവിന്ദ ഒരു കലാകാരനായി മാറുന്നതിന് കഴിഞ്ഞത്. വേറെ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇതിൽ 2007 KPSCക്ക് വേണ്ടി ഞാൻ പാടിയ അർജുൻ മാഷിൻ്റെ സംഗീതം, ONV സാറിൻ്റെ രചന. അതിനകത്ത് ഈ പാട്ടിന് നഗരവിശേഷം എന്നൊരു നാടകം KPSCയുടെ, അതിൽ രചനയ്ക്ക് ONV സാറിനും സംഗീതത്തിന് അർജുന മാസ്റ്റർക്കും പാട്ടിന് എനിക്കും ഒരേ പാട്ടിന് 3 അവാർഡുകൾ കിട്ടിയ പാട്ടാണ്. വളരെ രസകരമായ പാട്ടാണ്, എനിക്കും വളരെ ഇഷ്ടമാണ്. രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പോം പൂവേ നിൻ പേരെനിക്കറിയില്ല, എങ്കിലും നിന്നിതൾ തുമ്പിലെത്തൂമണം എന്നെയും കാത്തിങ്ങു നിൽപ്പൂ, എന്നെയും കാത്തിങ്ങു നിൽപ്പൂ. രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പോം പൂവേ നിൻ പേരെനിക്കറിയില്ല, കൺകളിൽ നിദ്ര വന്നുമ്മ വയ്ക്കുമ്പോഴും നിൻമുഖം സ്വപ്നത്തിൽ വന്നുദിക്കും, പൊന്നമ്പിളി പോലെ പൊന്നാമ്പൽ പൂ പോലെ, പൊന്നമ്പിളി പോലെ പൊന്നാമ്പൽ പൂ പോലെ, പൊൻകണിപ്പൂങ്കുല പോലെ, അജ്ഞാത സൗഗന്ധികമേ എൻ്റെ ആത്മാവു തേടുന്നു നിന്നെ. രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പോ
പൂവേ നിൻ പേരെനിക്കറിയില്ല. ഒരു നാടകത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന പാട്ടുകൾ ആ നാടകത്തോടു കൂടി അവസാനിക്കുകയാണ്. പിറ്റേ വർഷം പുതിയ നാടകം വേറെ വരും, വേറെ പാട്ടിലായിരിക്കും. KPSCക്കും കാളിദാസ കലാകേന്ദ്രത്തിനുമൊക്കെ വേണ്ടി ദേവരാജ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ പാട്ടുകളെല്ലാം മാസ്റ്റർ തന്നെ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയ എത്രയോ നാടകങ്ങൾ, ആ നാടകങ്ങളുടെയൊക്കെ പാട്ടുകൾ മനോഹരങ്ങളായ, ഈ കേൾക്കുന്നതിനേക്കാളും മനോഹരമായ പാട്ട് ദേവരാജ മാസ്റ്റർ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ കേൾക്കേണ്ടതല്ലേ ഇതെല്ലാം. അതെല്ലാം നശിച്ചു പോകുന്ന ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ്. ആകാശവാണി ഇടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ അടുത്തും ഇല്ലാന്ന് തോന്നുന്നു. നാടകക്കാരെ കൊണ്ട് കൊടുത്തെങ്കിലല്ലേ ആകാശവാണിക്കും കിട്ടുള്ളൂ. എത്ര പാട്ടിലാണ് ചലച്ചിത്രത്തെ ഗാനങ്ങളെ വലിയ പാട്ടുകൾ പോലും ഉണ്ട്. എത്ര പാട്ടില്ല. ഞാൻ തന്നെ ദേവരാജ മാസ്റ്റർക്ക് വേണ്ടി KPSCക്ക് വേണ്ടി പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുണ്ട്. അത് പിന്നെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. KPSCയുടെ കൂടെയും ഒരുപാട് നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ടല്ലോ. 97 ആണ് ഞാൻ KPSCക്ക് വേണ്ടി ആദ്യം പാടുന്നത്. സബ്കോ സന്മതി ദേ ഭഗവൻ എന്നൊരു നാടകം. അതിനകത്തും ONV സാറിൻ്റെ രചന, ദേവരാജ മാസ്റ്ററുടെ സംഗീതം. ദേവരാജ മാസ്റ്ററാണ് എന്നെ പാടാൻ വിളിക്കുന്നത്. ദേവരാജ മാസ്റ്ററുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 86 മുതൽ അദ്ദേഹമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. മാസ്റ്റർ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. സിനിമാ രംഗത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞു മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം സിനിമയെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് പുള്ളി നേരെ തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുകയും തിരുവനന്തപുരത്തും കേരളത്തിലുമുള്ള ഒരുപാട് ഗായകരെ ഒക്കെ സംഘടിപ്പിക്കുക, കൊയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക. പിന്നെ ഇത്രയും കാലം വർക്ക് ചെയ്തിരുന്ന സിനിമകളെ, ഗാനങ്ങളെ ഒക്കെ ഡോക്യുമെന്റേഷൻ നടത്തുക, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക, പുസ്തകങ്ങൾ എഴുതുക. ഇതെല്ലാം എന്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു മാഷ്. ഈ ഉദ്ദേശങ്ങളോട് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് പുതിയ ഒരുപാട് ഗായകരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് ആരോ പറഞ്ഞു എന്നെയും വിളിച്ചു. അങ്ങനെയാണ് മാഷെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാടിയ പാട്ട് 1000 പാസരങ്ങൾ മാഷ് കേട്ടിരുന്നു. നീ കുറേ ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു കീർത്തനം പാടും. ദേവദേവ കലയാമിതെന്ന് ഞാൻ പാടി. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതുകൊണ്ടാണല്ലോ പിന്നെ വിളിച്ചത്. 10 വർഷം മാഷ് പിരിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ചില ആൾക്കാരെ അകറ്റി നിർത്തുന്നതിനോടുള്ള താല്പര്യമുള്ള ചിലരുടെ വാക്കുകൾക്ക് മാഷ് വശംവദനായതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ഉടക്കിയിരുന്നു കുറേ കാലം. മാഷിൻ്റെ തെറ്റിദ്ധാരണ മാറ്റുകയും പഴയതിനേക്കാളും ഊഷ്മളമായിട്ട് ഇരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, മാഷിൻ്റെ ആവശ്യമല്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ ഒരിക്കൽ പോയി ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി. പിൽക്കാലത്ത് എന്നോട് വളരെയധികം സ്നേഹവും വലിയ വാത്സല്യവും എനിക്ക് മാഷ് തന്നു. ഒരു കാലത്ത് മലയാളികൾ നെഞ്ചേറ്റിയ ഒരുപാട് നാടകഗാനങ്ങൾ ഉണ്ടല്ലോ. KPSC സുലോചന പാടിയ ചെപ്പുകിലുക്കണ ചങ്ങാതി, പിന്നെ KS ജോർജ് പാടിയ മാരിവില്യൻ, ദേവരാജ മാഷനെ പാടിയ തുഞ്ചൻ പറമ്പിലെത്തത്തെ, അങ്ങനെ കുറേ ഗാനങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ അധികം അങ്ങനെ വേദികളിൽ ആരും പാടി കാണാറില്ല. പക്ഷെ ഞാൻ താങ്കൾ പലപ്പോഴും പാടിയിട്ട് പല പാട്ടുകളും കേട്ടിട്ടുണ്ട്. എനിക്കത് പാടാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ കേട്ട് വളർന്നത് ഈ പാട്ടുകളാണ്. എൻ്റെ അച്ഛന് അല്പം സംഗീത വാസനയുണ്ട്, അതുകൊണ്ടായിരിക്കാം ഞാൻ പാട്ടുകാരനായത്. അപ്പം ആ കാലത്ത് മാരിവിലും തെന്മലരെയും പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ LPR വർമ്മയുടെ പാട്ട്, ഇതൊക്കെ അച്ഛൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പാട്ടിന്റെ സൃഷ്ടാക്കളുമായിട്ട് ഒരു കാലത്ത് എനിക്ക് സഹകരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആ പാട്ടുകളില് വേദിയിൽ പാടിയിട്ടുള്ളത് ഏത് പാട്ടാ? മാരിവിലും തെന്മലരെ, മധുരിക്ക് ഓർമ്മകളെ, ഇതൊക്കെ ONV ദേവരാജൻ ടീമിന്റെ പാട്ടിലാണ്. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കവേ, കൊതി തുള്ളി നിൽക്കവേ, തേന്മലർ തൂകാൻ ഉൾക്കുളിർപ്പാകാൻ നീ വരിൽ, നീ വരിൽ.
അതേപോലെ തന്നെ നല്ലൊരു പാട്ടാണ് മധുരിക്കും മധുരിക്കും ഓർമ്മകളെ. ഓർമ്മകളെ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ, ഓ ഓ, മധുരിക്കും ഓർമ്മകളെ, മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ഞ്, ഇടനെഞ്ഞിനാണ് ആണല്ലേ? എല്ലാരും ഇടനെഞ്ചിൻ നെഞ്ചിൻ താളം, ഉം. ഇടനെഞ്ഞിൻ അതെന്ത് സിമ്പിളാണ്. ഉം. അതാണ് അതാണ് ONV സാർ എഴുതിയിരിക്കുന്നത് ഇടനെഞ്ഞിനാണ്. അവാർഡ് കിട്ടിയ ഗാനങ്ങൾക്കൊക്കെ ആ. സംഗീതം കൊടുത്തത് അർജുനൻ മാസ്റ്റർ ആയിരുന്നു. അതെ 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 ഒരു ആഘോഷങ്ങളുടെയും ഭാഗമാവാതെ അതെ അതെ. ജീവിച്ച ഒരാൾ കൂടിയാണ് മാസ്റ്റർ. മാഷിന്റെ ഒരു യാത്രയും അങ്ങനെ തന്നെയായിരുന്നു, വളരെ നിശബ്ദമായിട്ട്. അതെ അതെ അതെ. മാഷിനും മകനെ പോലെയാണ് താങ്കൾ എന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാഷെ കുറിച്ച്. മാഷ് മാഷിന്റെ സംഗീതത്തില് സംഗീതത്തിന് അതീതമായി, സംഗീതം എന്നത് തന്നെ ഈ സംഗീതത്തിന് അതീതമായി എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം അടങ്ങിയിട്ടുണ്ട്. അതായത് സപ്തസ്വരങ്ങളോ ശ്രുതിയോ താളമോ അല്ലെങ്കിൽ ശബ്ദമോ നാദമോ അതൊന്നുമല്ല സംഗീതത്തിൻ്റെ ഭാവാവിഷ്കരണമാണ് വാസ്തവത്തിൽ. അതിന് സഹായമായി ശബ്ദത്തെയും ശ്രുതിയെയും താളത്തെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, സ്വരങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിക്കും ഇത്രയും ഘടകങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് യഥാർത്ഥ സംഗീതം. അത് അർജുൻ മാഷിലുണ്ട്, ധാരാളമുണ്ട്. അത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അർജുൻ മാഷ് 14 എന്തോ പിറന്ന പുത്രനാണ് സാർ അർജുന മാഷ്. കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കുടുംബത്തിൽ അച്ഛൻ നേരത്തെ മരിക്കുകയുണ്ടായി. അപ്പോൾ കുടുംബത്തിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ഇളയ 2 മക്കളെ അവിടെ ഒരു ആ ആശ്രമത്തിലാണ് അർജുന മാഷ് വളർന്നതും. ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ടും അവിടെ നിന്നാണ് സംഗീതം പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്. ജന്മസിദ്ധമായ വാസനയുണ്ടെങ്കിലും പഠിപ്പിച്ചതെല്ലാം ആശ്രമത്തിൽ നിന്നാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, വളരെയധികം വിഷമിക്കുന്ന കഷ്ടപ്പാടുകൾ, ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം സംഗീതജ്ഞനും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആണ് അർജുൻ മാഷിന്റെ യഥാർത്ഥ സംഗീതം പുറത്തേക്ക് വരുന്നത്. അർജുൻ മാഷിന്റെ സംഗീതത്തിലൊക്കെ ജീവിതാനുഭവം കാച്ചിക്കുറുക്കി ഒഴിച്ചിട്ടുണ്ട്. അതാണ് അർജുൻ മാഷിന്റെ അടിസ്ഥാന ബേസ്മെന്റ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ മാതൃകാപരമായി എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു നിന്ന ഒരു വ്യക്തിത്വമാണ് അർജുൻ മാഷ്. പിന്നെ മാഷിന്റെ മിക്കവാറും എല്ലാ നാടകങ്ങളും ഞാൻ തന്നെയാണ് പാടി തുടങ്ങി. വ്യത്യസ്തങ്ങളായ എത്രയോ പാട്ടുകൾ മാഷ് സിനിമയിലാണെങ്കിലും. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. അങ്ങനെ എത്ര പാട്ടുകൾ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി ഇന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഞാനിത് പറയാൻ കാരണം അതിനകത്തൊരു സംഗതി മാഷ് വച്ചിട്ടുണ്ട്, അത് റെക്കോർഡിലില്ല.
ഇന്നുമെൻ വിരിമാറിൽ എന്ന് ജേട്ടൻ പാടിയിട്ടില്ല. അത് മാഷ് പിന്നീട് എനിക്ക് പറഞ്ഞു തന്നത് അടുത്ത കാലത്ത്, അത് മരിക്കുന്നതിനൊരു 4 വർഷം മുമ്പേ ഈ പാട്ട് ഞാൻ വെറുതെ മൊളി പറഞ്ഞു, മക്കളെ അതിനകത്തൊരു സംഗതി ഉണ്ട്, അത് മോനൊന്ന് പാടും എന്ന് വെച്ചു. എങ്ങനെ മാഷെ എന്ന് വെച്ചു. അപ്പോൾ ഇന്നുമെൻ വിരിമാറിൽ എന്ന് പാടി നോക്കൂ എന്ന് വെച്ചു. അപ്പോൾ ഞാനത് പാടി. പിന്നെ പാടുന്ന സ്റ്റേജിലൊക്കെ ഞാനത് പാടാറുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കാരണം, ആ പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ റെക്കോർഡ് ചെയ്തു, സിനിമയിൽ വന്നു, ആൾക്കാർ കേട്ടു, ഹിറ്റായി പോയി കഴിഞ്ഞു. ആ പാട്ട് അത്രയ്ക്ക് ലെവലിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. ഞാനും പാടിയപ്പോൾ അത് മാഷ് ഒരു സംഗതി പുതിയതായിട്ട് ഉണ്ടാക്കി തന്നു. അതിൻ്റെ കാരണം, ഒരു പാട്ട് ഇത്രയും നിലവാരത്തിലെത്തി അത് ഹിറ്റായി കഴിഞ്ഞിട്ടും ആ പാട്ട് മാഷ് അത് മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മാഷിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് പൗർണമി ചന്ദ്രിക എന്നുള്ള. അത് മോഹനരാഗത്തിലാണ് അർജുൻ മാഷ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദേവരാം മാഷ് സ്റ്റുഡിയോയിൽ വന്നു. ദേവരാം മാഷാണ് നിർദ്ദേശങ്ങൾ കൊടുത്തത് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. മറ്റേ സ്റ്റുഡിയോയുടെ സെറ്റപ്പും ബാലൻസിങ്ങിനൊക്കെ മ്യൂസിക് ഡയറക്ടർ ചെയറിൽ ഇരുന്ന് ദേവരാം മാഷ് ആണ് എല്ലാം ഒരുക്കി കൊടുത്തത് പിന്നെ അർജുൻ മാഷിന് വേണ്ടിയിട്ട്. കാരണം ഒരു ശിഷ്യനായിരുന്ന ഒരാൾ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് വരുമ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് ദേവരാം മാഷ് വന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു ശിഷ്യ ബന്ധമാണ്. അത് നമ്മൾ മാതൃകാപരമായ ഒരു ഗുരുശിഷ്യ ബന്ധമാണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ആ ലിറിക്സ് എന്താണോ ആ ലിറിക്സിന് അനുസൃതമായ വരികൾ തന്നെയാണ്, സംഗീതം തന്നെയാണ് മാഷ് ചെയ്തിരിക്കുന്നത്. അഴകേ അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു. ട്യൂൺ എന്ത് മനോഹരമാണ് അത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാ പാട്ടുകളും കവിയുമായിട്ട് നേരിട്ട് പോയി, ഫോണിൽ കൂടെ അല്ല, നേരിട്ട് പോയി സംസാരിച്ചതിന് ശേഷമേ അർജുൻ മാഷ് ട്യൂൺ നൽകിയിട്ടുള്ളൂ. അതായിരിക്കും അത് അത്രയും ചേർന്ന് നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ട്യൂൺ വരും. എല്ലാം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഹാർമോണിയം കൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്യൂൺ വരും. അർജുൻ മാഷിനൊപ്പം ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് കമ്പോസിങ് സമയത്ത്. ഞാൻ പറയണത് ഈ ഹാർമോണിയം ഇവിടെ ഇരിക്കുന്ന ഹാർമോണിയല്ലേ, ഈ ഹാർമോണിയത്തിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് സ്ഥിരമായി മാഷ് ഉപയോഗിക്കുന്നത്. ഈ ഹാർമോണിയാണ് ഉപയോഗിക്കുന്നത്. എനിക്കിഷ്ടമുള്ള വേറൊരു പാട്ടാണ് പാടാത്ത വീണയും പാടും. സംശയമില്ല. അതെ അത് മനോഹരമായ കമ്പോസിങ് അല്ലേ. അതുകൊണ്ട് ലിറിക്സും പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. മനോഹരം. നാടകത്തിൽ നിന്നുള്ള വരുമാനം അക്കാലത്തും ഇക്കാലത്തും വലിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല, കുറവാണല്ലോ. അപ്പൊ എങ്ങനെയാണ് അതൊരു പ്രൊഫഷൻ ആക്കി എടുക്കുമ്പോഴുള്ള ജീവിതം? വലിയ ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ. പിന്നെ നാടകത്തിന്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിതം കരുപ്പിടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇന്ന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്, പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നേ പറയാൻ പറ്റൂ. പക്ഷെ എന്നിരുന്നാലും വരുമാനത്തെക്കാൾ പ്രധാനം ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് അവരുടെ സന്തോഷമാണ്. ഓരോ സ്റ്റേജിലും കയറി പിന്നെ അഭിനയിക്കുമ്പോഴും ഈ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും കിട്ടുന്ന ഉള്ളിലുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അഭിമാനാർഹമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധമാണ് അവനെ വീണ്ടും 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 നാടകത്തിൽ, പൈസ കിട്ടിയില്ലെങ്കിലും നാടകത്തിൽ പിടിച്ചു നിർത്താനുള്ള ഒരു 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 പ്രചോദനമാവുന്നത്. കല്ലറ ഗോപനെ പോലൊരു സുഹൃത്തിനെ സംഗീതത്തിന്റെ ഇടനാഴികളിൽ എങ്ങും കാണാൻ സാധിക്കില്ല എന്നാണ് ശ്രീ ജി വേണുഗോപാൽ ഈ അടുത്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ എഴുതിയ
കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു 80കളുടെ തുടക്കത്തില് ഒരു സംഗീത പരിപാടിയിൽ വെച്ചിട്ട് അതെ. ശ്രീ KP ഉദയഭാനു അതെ അന്ന് അതെ. നാളെയുടെ വാഗ്ദാനങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ രണ്ട് ഗായകർ കൂടിയായിരുന്നു. വേണുജീവനും മൃതികൾ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഉദയഭാനു സാറിനോടൊപ്പം ഞങ്ങൾ പാടിയത്. അത് പിൽക്കാലത്ത് ഓൾ ഈസ് ഗോൾഡ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ട്രൂപ്പായിട്ട് വരികയുണ്ടായി. അതിൽ വേണുജി ഞാനും പിന്നെ ഒരുമിച്ചാണ് കടന്നു വരുന്നത്. മനോഹരമായി പാടുന്ന ഒരു പാട്ടുകാരൻ. അത്ര എനിക്ക് അസൂയായിരുന്നു വേണുജിനോട്. അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടാണ് പാട്ട് പാടുന്നത്. പക്ഷെ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് സൗഹൃദമായി, സ്നേഹമായി. പിന്നെ ഞങ്ങൾ ഒരിക്കലും പ്രിയാബന്ധമാണ് ഇപ്പോഴും അന്ന് ഇന്നും ഉള്ളത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ഇഷ്ടവും വാത്സല്യവും ഭാഗമായിട്ടാണ് വേണു തുറന്ന ആ ഒരു സ്നേഹം എനിക്ക് എൻ്റെ മുന്നിൽ ചൊരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആകാശവാണിയിൽ പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ഇരുന്നിട്ടുണ്ട്. അക്കാലത്ത് ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ ആകാശവാണിയിൽ ഞാൻ പാടുമായിരുന്നു, എന്നെ വിളിച്ച് പാടിക്കുമായിരുന്നു. അപ്പോൾ ഈ ഗായകർ തമ്മിലുള്ള ബന്ധം പൊതുവെ അങ്ങനെ ഒരു വലിയ ആ കാലത്ത് അങ്ങനെ ഊഷ്മളമായൊരു ബന്ധം ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യത കുറവാണ്. പരസ്പരം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. പരസ്പരം അസൂയപ്പെടുന്നതിനാണ് എളുപ്പം. പക്ഷെ പരസ്പരം ആസ്വദിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അന്ന് MS നസീം എന്നൊരു പാട്ടുകാരൻ ഞങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വളരെ വളരെ സ്നേഹം ഉള്ളൊരു പാട്ടുകാരനാണ് അദ്ദേഹം. എല്ലാ പാട്ടുകളും ബൈഹാർട്ട് അറിയാവുന്ന ഒരാളാണ്. പാട്ടിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഉദയഭാനു സാറ് ഈ പിന്നെ എന്നെയും വേണുവിനെയും പിന്നെ കുഞ്ഞുനാളിലെ തന്നെ സാറിന്റെ ഒരുപാട് പരിപാടികൾക്ക് വേണ്ടി വിളിച്ച് കൊണ്ടു നടക്കുമായിരുന്നു ഞങ്ങളിങ്ങനെ. അദ്ദേഹം പാടിയ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടും ഇഷ്ടമാണ്. വേണു പാടിയ അർജുന മാഷിന്റെ തന്നെ പാടുന്നു. കാണനഴകുള്ള മാണിക്ക കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മാവിൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പാട്ട്. ശ്രീ ഉദയഭാനുവിനെ പറ്റി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും? എല്ലാം വളരെ മനോഹരമായ പാട്ടുകളാണ്. കാരണച്ചായ അടിമയ്ക്കാൻ, അനുരാഗനാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങീതിൽ ആളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു, അനുരാഗനാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങീതിൽ ആളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു. ഉദയഭാനു സാറ് ശോകങ്ങൾ പാടിയാൽ അങ്ങ് അറ്റം ശോകമാണ്. അതേസമയം പൊൻവളയില്ലെങ്കിലും പൊന്നാട് ഇല്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം, ഇങ്ങനെയുള്ള പാട്ടും അത് പാടിയിട്ടുണ്ട്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നെ, മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. ഇതൊക്കെ എന്ത് മനോഹരമായ പാട്ടിലാണ്. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അദ്ദേഹം അതാണ് എന്നെ ഒരുപാട് നാടുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും, ഡൽഹി, ബാംഗ്ലൂർ, ബോംബെ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ, അമേരിക്കയിൽ 96 ഒരു 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ഉദയഭാനു സാറ്, പി ലീല ചേച്ചി, ഞാനും ലീലാമ്മ ജോസഫ്, ഞങ്ങൾ 4 പേരുമായിട്ട് രണ്ട് പീസ് ഓർക്കസ്ട്ര, ജോയിയും ബൈജുവും
ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു ടീം അമേരിക്കയിൽ 70 ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വമാണ്, ഗുരുനാഥനുമാണ്. കിണർ എന്ന ചിത്രത്തിലെ അളക്കുവാനാകുമോ എന്നുള്ള ഗാനത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരുന്നല്ലോ, മികച്ച ഗായകനുള്ള. പക്ഷെ താങ്കൾ അത് സ്വീകരിച്ചില്ല എന്ന് തോന്നുന്നു അല്ലെ? അത് ഞാൻ സ്വീകരിച്ചില്ല. സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അവിടെ ചില ദുരനുഭവങ്ങളുള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം അവരെന്നെ ക്രിറ്റിക്സ് അവാർഡ് കമ്മിറ്റിക്കാരെന്നെ വിളിച്ചിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല, അത് ഗവൺമെൻറ് സ്വീകരിക്കണം എന്നത്. അത് ഞങ്ങൾ വേറൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് തരാം. ഞാൻ അത് വേണ്ട, എന്തായാലും ഞാൻ വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്, വീട്ടിൽ കൊണ്ടുതരാം പറഞ്ഞു. വേണ്ട, അത് ഞാനത് ഒഴിവാക്കിയത് തന്നെയാണ് എന്ന് പറഞ്ഞു. കിട്ടിയതിൽ സന്തോഷം. അവാർഡിനെ നിഷേധിക്കായിരുന്നില്ല. അവാർഡ് കമ്മിറ്റിയോടുള്ള ഇതുകൊണ്ടല്ല ഞാൻ സ്വീകരിക്കാത്തത്, അവാർഡ് കൊടുത്ത കമ്പനിയോടുള്ള ഒരു ഇഷ്ടക്കുറവ് കൊണ്ടാണ് സ്വീകരിക്കാവുന്നത്. എം എ നിഷാദിൻ്റെ സിനിമയാണ്, എം എ നിഷാദ് ഡയറക്ഷൻ ചെയ്ത സിനിമ. നല്ലൊരു ചിത്രമായിരുന്നു. വെള്ളം വരുന്ന കാലത്ത് കുടിനീരിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാവും, അത് ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണത്. അളക്കുവാനാകുമോ ആഴി തന്നെ ആടവും എന്നുള്ള പാട്ട് അങ്ങനെയാണ് വന്നത്. നല്ല പാട്ടാണ് അത്. മലയാളത്തിലുണ്ട്, കേണി എന്ന് പറഞ്ഞിട്ട് തമിഴിലും ആ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. തമിഴിൽ പാടിയിരിക്കുന്നത് വിജയ് യേശുദാസാണ്. മലയാളത്തിൽ ഞാൻ തന്നെ പാടിയത്, എൻ്റെ സംഗീതവും ഞാൻ തന്നെയാണ് ആ പാട്ടിൻ്റെ. അങ്ങനെ ഒരു 3 സിനിമ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അളക്കുവാനാകുമോ ആഴിതൻ ആഴവും പേമാരിതൻ തുള്ളിയും, അളക്കുവാനാകുമോ ആഴിതൻ ആഴവും പേമാരിതൻ തുള്ളിയും. കളിയാട്ടത്തില് അതേപോലെ തന്നെ നല്ലൊരു പാട്ടുണ്ട്, കതിവനൂർ വീരന് അല്ലെ? കൈതപ്രം രചനയും സംഗീതവും. കൈതപ്പുറത്തിന് അനിയനും, കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരിയുണ്ട്, പിന്നെ മ്യൂസീഷ്യനാണ്. ഞാനും വിശ്വനായിട്ട് ഒരേ സമയത്താണ് സ്വയംനാഥ സംഗീത കോളേജിൽ അഡ്മിഷന് ആപ്ലിക്കേഷൻ വായിക്കാൻ വരുന്നത്. അപ്പോൾ വിശ്വന് ഞാനുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഈ പടം വരുന്നത്, കളിയാട്ടം എന്ന സിനിമ എനിക്ക് വരുന്നത്. ദാമോദരൻ നമ്പൂതിരിയായിട്ട് പണ്ടേ അറിയാം, കാരണം ഞങ്ങളിവിടെ സ്വയംനാഥ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന കാലത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഞങ്ങൾ ദാമോദരേട്ടനെന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ഇവിടെ കൈതമുക്കിൽ താമസിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകും, ഉച്ചയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കും. കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കഴിച്ചു തരും, പക്ഷെ അതൊക്കെ ഞങ്ങളല്ലാതെ നേരത്തെ തന്നെ അടിച്ച് തീർക്കും. അപ്പം മിക്കവാറും പട്ടിണിയാവും സമയത്ത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരും. ആ സമയത്തൊക്കെ ഞങ്ങൾ വിശ്വൻ്റെ കൂടെ അവിടെ ദാമോദരേട്ടൻ്റെ വീട്ടിൽ പോയി. അന്നേ ദാമോദരേട്ടനായിട്ട് അടുത്ത ബന്ധമുണ്ട്. അങ്ങനെയാണ് കളിയാട്ടം സിനിമ വന്നപ്പം എന്നെ വിളിച്ചതും കതിവനൂർ വീരനെ എന്നുള്ള പാട്ട് എനിക്ക് തരികയും ചെയ്തത്. ആ സിനിമയിലെ എല്ലാ പാട്ടിലും ഞാനാണ് അന്ന് ട്രാക്ക് പാടിയത്. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി, പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി, അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു, വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ, നൊമ്പരം പൂണ്ടവൾ മനം നൊന്തു പിടഞ്ഞു, കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ഒരുപാട് മനോഹര ഗാനങ്ങൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ടല്ലോ. പിന്നീട് അതേ പാട്ടുകൾ മറ്റൊരു ശബ്ദത്തിൽ കേൾക്കുമ്പോ ആ ട്രാക്ക് പാടിയ ഒരു ആത്മാവ് അതിന് അതോ അതിൽ കൂടുതലോ തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ജയേട്ടനോ ദാസാറോ ഒക്കെ പാടുമ്പോഴേ അതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ അവർ പാടേണ്ട പാട്ടുകൾ തന്നെയാണ് പല പാട്ടുകളും. അല്ലാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല, അത് പറയാൻ പാടില്ല.
ജയേട്ടനും പിന്നെ ചിത്രയും ദാസാറും ഒക്കെ പാടുമ്പോഴത്തേക്കും ഉറപ്പാണ് അതിൻ്റെ ഞാൻ പാടിയതിനേക്കാൾ എത്രയോ ലെവൽ ഉയരത്തിലേക്ക് അത് വന്നു കഴിയും അത് ഉറപ്പാണ്. ട്രാക്കാണെന്ന് നമ്മൾ നേരത്തെ അവർ പറയും. അതല്ല, ഗോപൻ ആ പാട്ട് സ്ട്രെയിറ്റ് ആണ് പാടുന്നത്, നമ്മൾ സന്തോഷമായിട്ട് പാടും. പാടി കഴിഞ്ഞതിന് ശേഷം അത് വേറെ ആരെങ്കിലും പാടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ്. നമുക്കത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. അത് ദാസാറ് പാടിയിലും പ്രയാസം ഉണ്ടാക്കും. കാരണം നമുക്കെന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് പാടുകയാണ് ആ പാട്ട്. പിന്നെ ട്രാക്ക് പാടിയാലും നമ്മൾ അങ്ങനെ തന്നെയാണ്, അതിനകത്ത് കുറവൊന്നും വരുത്തൂല. നമ്മൾ ഇത് ട്രാക്കല്ലേ, ഇതിങ്ങനെ മതി എന്ന് നമ്മൾ വിചാരിക്കില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥത തന്നെ ആ ട്രാക്ക് പാടുന്നത്. പക്ഷെ നമുക്കറിയാം അത് ട്രാക്കാണ്, അത് ഇന്നർക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ പാടുന്നു, ട്രാക്കിന്റെ ശമ്പളം വാങ്ങിച്ച് നമ്മൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകും. അതേസമയം നമുക്ക് അത് ഗോപനാണ് സ്ട്രേറ്റ് പാടണം കേട്ടോ, സ്ട്രേറ്റ് ആണ് ഗോപനാണ് പാടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് സ്ട്രേറ്റ് പാടിക്കുകയും അത് കഴിഞ്ഞ് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളത് മനോഹരമാക്കി പാടി വെച്ചതിന് ശേഷം വേറെ ആരെങ്കിലും പാടുന്ന അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അത് മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് തവണ മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മനപ്രയാസം ഉണ്ടാക്കിയവരായിട്ട് പിന്നെ ഞാൻ സഹകരിച്ചിട്ടുമില്ല ഇതുവരെ. പലരും പറയാറുണ്ട് അർഹിക്കുന്ന അംഗീകാരങ്ങളൊന്നും ഗോപന് കിട്ടിയിട്ടില്ല. ഒരിക്കലുമല്ല, അർഹിക്കുന്ന കൂടുതൽ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രയാസമില്ല, ഞാൻ വളരെ സന്തോഷവാനാണ്. ദാസേട്ടനും ജയേട്ടനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട്. പിന്നീട് അവര് വന്ന് പാടി കഴിയുമ്പം കേട്ടിട്ട് ഏറ്റവും അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? ഞാൻ ട്രാക്ക് പാടിയതില് വേളിക്ക് വെളുപ്പാൻ കാലം, അത് ദാസാറാണ് അത് പാടിയത്, സ്ട്രേറ്റ് പാടിയത്. വേളിക്കു വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്കു മനം പോലെ മംഗല്യം ഇതൊക്കെ ദാസാറ് പാടിക്കുന്നത് മനോഹരമായിട്ട് പാടി. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കഥ. ഇത് പാട്ട് ഞാൻ ട്രാക്ക് പാടിയാണ്, ജേട്ടന് വേണ്ടി പാടിയതാണ്. ഞാൻ ഈ പാട്ട് പാടി തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ജേട്ടനെ കൊണ്ട് പാടിച്ച ഗംഭീരാവും, ജേട്ടൻ്റെ സ്റ്റൈൽ ഓഫ് സോങ് ആണിത്, ജേട്ടനെ കൊണ്ട് പാടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ചേട്ടൻ വന്നത്, ആ പാട്ട് ചേട്ടനെ കൊണ്ടുവന്നത്. അപ്പം ആ പാട്ടൊക്കെ തന്നെ ചേട്ടൻ എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. ഈ ജേട്ടനെ കുറിച്ചും ദാസാറിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ സമീപിച്ചാൽ അവരെ മനസ്സിലാവില്ല. നമ്മുടെ കമ്പോസർ എന്ന നിലയിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് അവരെ കൊണ്ട് പാടിച്ചു നോക്കണം. അപ്പോഴാണ് നമ്മൾ ആ പാട്ടുകാരന്റെ വില അറിയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അതിന്റെ ഉദാഹരണത്തിന്, കണ്ണനെ കാണാൻ എന്തു വേണം, പൊന്നുണ്ണിയെ കാണാൻ എന്തു വേണം, ഒരു ക്വസ്റ്റ്യനാണ്, ഒരു കൊച്ചുകുട്ടിയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ, കണ്ണൊന്നടച്ചാൽ നിന്നടുത്തെത്തും നീലക്കാർമുകിൽ വർണ്ണനവൻ പൊന്നോട കുഴൽ പീലി തിരുമുടി ചെഞ്ചൊടി ശ്രീവത്സമുദ്രയുമായി. ജേട്ടൻ പാടുന്നതാണ്. ഞാൻ ചെയ്തത് പൊന്നോട കുഴൽ പീലി തിരുമുടി ചെഞ്ചൊടി ശ്രീവത്സമുദ്രയുമായി ഞാൻ പാടിക്കൊടുത്തു. അപ്പൊ ജേട്ടൻ പാടിയപ്പം പൊന്നോട കുഴൽ എന്ന് വന്നു ജേട്ടൻ. അപ്പൊ അത് പൊന്നോടക്കുഴലിന്റെ പരമാവധി ആ പൊന്നായി മാറിയത്. അപ്പൊ അതാണ് ജേട്ടന്റെ ഒരു പ്രത്യേകത. പൊന്നോടക്കുഴൽ പീലി തിരുമുടി ചെഞ്ചൊടി ശ്രീവത്സമുദ്രയുമായി. അക്ഷരങ്ങൾ കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാളും എത്രയോ ഉയരത്തിൽ ആ പാട്ട് എത്തി എന്നുള്ളതാണ്. അതാണ് അവരുടെയൊക്കെ ക്വാളിറ്റി. ചുമ്മാ ഒരു ഭാവഗായകനായത്, ഗന്ധർവനായത്. സിനിമയിൽ അങ്ങനെ സജീവമാകാൻ പറ്റാതെ പോയത് അന്നൊക്കെ പറയായിരുന്നു, ഇന്നും പറയുന്നുണ്ട്, ഒരു തരം കോക്കസ് ഉണ്ട്. ഉണ്ടാവാം, പക്ഷെ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. ആവശ്യക്കാരൻ അങ്ങോട്ട് സമീപിക്കണം, അതൊരു പ്രധാന വിഷയമാണ്. ഞാനും ആ വിഷയത്തിൽ പരാജയമാണ്. ഞാൻ അങ്ങനെ സമീപിച്ചിരുന്നില്ല, ആരെയും സമീപിച്ചിരുന്നില്ല. സിനിമാ രംഗത്ത് വേണ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അറിയാം ചലച്ചിത്രത്തിൽ ഗോപന് പാട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് അവർക്ക് തന്നെ അറിയാം. ഞാൻ ചോദിക്കാതെ അവർ തരേണ്ടതാണ്. പക്ഷെ ഞാൻ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ടെങ്കിലും
ഞാൻ ആരടുത്തും ഇതുവരെ അവസരങ്ങൾ ചോദിച്ചിട്ടില്ല. അതെൻ്റെ അഹങ്കാരമായിരുന്നില്ല. പലരും അത് അഹങ്കാരമായിട്ട് കാണുന്നുണ്ട്. ഒരിക്കലും അഹങ്കാരമല്ല. അവരെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ അവസരം ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രം. അതുകൊണ്ടാണ് ഞാൻ അവസരങ്ങൾ ചോദിക്കാൻ ആരടുത്തും പോകാറുന്നത്. അതേസമയം ഞാൻ എം ജി രാഘവൻ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ പറയും. സാർ എനിക്ക് 10-30 വയസ്സായി, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചലച്ചിത്രത്തിലോ എന്തെങ്കിലുമൊക്കെ പാട്ട് കിട്ടിയാൽ കൊള്ളാം, സാറിന് പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സാറിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എം ജി രാഘവൻ സാർ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ആഭരണ ചാർത്ത് എന്നൊരു സിനിമയിൽ ഐ.വി. ശശിയുടെ പടം. കാവും കോവിലകവും കുളവും ശാന്തി മനയും കാലം തീർത്ത കോലം ചാർത്തിയകലം തേടി യാത്രയായി മൗനം മേഞ്ഞ വഴിയിൽ ഉരുളും മന്ത്രശിലയിൽ ലാല റാരീര ചാരരര താടിയാരരാ എന്നൊരു പാട്ടുണ്ട്. മനോഹരമായ പാട്ടാണ്. അത് അന്ന് റിലീസ് ചെയ്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് ആ പടം റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പോയി. അന്ന് റിലീസ് ചെയ്തെങ്കിൽ ഒരുപാട് ജനം കേൾക്കുകയും എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തേനെ. അത് അങ്ങനെ ഒരു നിർഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ ഉദയഭാനു സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ എം ജി രാഘവൻ സാറും അത്രമാത്രം അവിടെ നിന്നായിരുന്നു ഞാൻ ആഹാരമൊക്കെ. ആ വീട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് എം ജി രാഘവൻ സാറിൻ്റെ വീട്ടിൽ. അപ്പം അവിടെ അക്ഷയപാത്രം പോലെ ആര് ചെന്നാലും ഏത് സമയം ചെന്നാലും ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും. അപ്പം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ കൈതപ്പുറം ദാമോദരൻ തമ്പുരാന്റെ വീട്ടിൽ പോകുന്നത് പോലെ അല്ല, അതിനേക്കാളും കൂടുതൽ ഞാൻ തൊട്ടടുത്താണ് താമസം. എം ജി രാഘവൻ സാറിൻ്റെ വീട്ടിന് തൊട്ടടുത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ. എം ജി രാഘവൻ സാറിൻ്റെ ഡൈനിങ് ടേബിളിൽ ആഹാരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഇവിടെ. കളിവിളക്കണഞ്ഞു, 1000 ശിവമല്ലിപ്പൂവുകൾ തുടങ്ങി ഒരുപാട് ലളിതഗാനങ്ങൾ. ലളിതഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവന കണക്കിലെടുത്ത് സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും ലഭിച്ചു. ലളിതഗാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആകാശവാണിയെ കൂടി ഓർക്കേണ്ടതുണ്ട്. ആകാശവാണി തന്നെയാണ് ലളിതഗാനത്തിന്റെ തുടക്കം. ലളിതഗാനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സുഗമ സംഗീതം അല്ലേ? അതെ അതെ. ലളിതഗാനം നമ്മൾ ആദ്യം നമ്മൾ ഓർമ്മയിൽ വരുന്നത് ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. ഈ പാട്ടാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ദാസാറ് തന്നെയാണ് ആകാശവാണിക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. എം ജി രാഘവൻ സാറിന്റെ സംഗീതം, എം ജി രാഘവൻ സാറിന്റെ കവാലം നാരായണ പണിക്കരുടെ രചന. ഇത് ദാസാറ് പാടിയതിന് ശേഷം ആകാശവാണി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനാണ് പാടിയത്. എം ജി രാഘവൻ സാറിന്റെ മേൽനോട്ടത്തിൽ ഞാൻ തന്നെ പാടിയത്. ഘനശ്യാമയാണ് ഒരു ലളിതഗാനം നിലയിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ എം ജി രാഘവൻ സാറിന്റെ തന്നെ പെരുമ്പാവൂർ സാറിന്റെ ഉദയഭാനു സാറിന്റെ ഒരു പാട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എടുക്കാറുണ്ട് ആ പാട്ട്. ഓണം വാതിലിൽ മുട്ടി വിളിച്ചു പോലെ ഞാലിക്കിളി ചിലച്ചു ഓർമ്മതൻ വാനിലെ സൗഗന്ധികങ്ങൾ ഓരോന്നോരോന്നായി വിരിഞ്ഞു അങ്കണത്തൈമാവിൻ ചില്ലകളിൽ ചിങ്ങമണി കാറ്റു നൃത്തമാടി കിങ്ങിണി കെട്ടിയ സ്വപ്നങ്ങളിൽ കന്നിപ്പെണ്ണിൻ മനമൂഞ്ഞാലാടി. പിന്നെ പെരുമ്പാവൂർ സാറിന്റെ പാട്ടാണെങ്കിൽ പ്രകൃതീശ്വരി നിൻ പ്രണവ പൊരുളിൻ ഇതളുകൾ വിരിയും പുലർകാലം തിരുവോണപ്പുലരി മൃദുഹാസം. ദൂരദർശന് വേണ്ടി പട്ടർക്കാട് പുരുഷോത്തമന്റെ സംഗീത സംവിധാനം. അത് എന്നെ പോലൊരു പാട്ടുകാരനത് അദ്ദേഹം. അദ്ദേഹം മനോഹരമായ സംഗീത സംവിധാനവും നിർവഹിക്കും. ഭരണിക്കാവ് ശിവകുമാറിന്റെ രചനയാണ് ആ പാട്ട്. 1000 ശിവമല്ലി പൂവുകൾ വീടരും
ആകാശ പുഷ്പവാടികയിൽ മഞ്ഞിൽ കുളിച്ചീറനൊറ്റയുടുത്തവൾ മഞ്ജുള പൗർണമിയായി നിന്നു ഒരു മാരദൂതിക പോലെ. അത് ദൂരദർശന് വേണ്ടി ഒരുപാട് ഒരുപാട് ഹിറ്റായ പാട്ട് ദൂരദർശനിൽ അതെ അതെ അതേപോലെ തന്നെയാ കളിവിളക്കണഞ്ഞു എന്നുള്ള പാട്ടും. കളിവിള അത് എന്റെ തന്നെ ഒരു മ്യൂസിക്കാണ്. സുബീഷ് പടനിലം അങ്ങനെ ഒരു കവി എഴുതി എനിക്ക് അയച്ചു തന്ന പാട്ടാണ്. കളിവിളക്കണഞ്ഞു കളിത്തട്ടുമൊഴിഞ്ഞു കാവളം കിളിയും കൂടണഞ്ഞു കാറ്റുലയ്ക്കും നരപടുതിരിയെരിയുവതെന്തേ. സംഗീത സംവിധായകന്റെയും എഴുത്തുകാരന്റെയും ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു പാട്ട് രൂപപ്പെടും. അതാണ് ലളിതഗാനത്തിന്റെ പ്രത്യേകത. അതേസമയം ചലച്ചിത്ര ഗാനങ്ങളാണെങ്കിൽ ഒരു കഥാസന്ദർഭത്തിനനുസരിച്ച് എഴുതണം. അതിനനുസരിച്ച് കഥാസന്ദർഭത്തിന് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഗീതം നൽകണം. അതൊരു ചെറിയൊരു ബ്ലോക്കാണ്, അത് ചെറിയൊരു പിടുത്തമാണത്. ജയേട്ടൻ പലപ്പോഴും വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗോപനെ ആദ്യം ഇഷ്ടമായിരുന്നില്ല, പക്ഷെ പിന്നെ എന്റെ വലിയ കൂട്ടായി മാറിയെന്ന്. ആ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ എങ്ങനെയായിരുന്നു? 87-88 കാലഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ തൃശ്ശൂരും മറ്റു ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടല്ലോ, ആകാശവാണിയുടെ പരിപാടികൾ. ഇതിനൊക്കെ ജയേട്ടനുണ്ടാവും അവിടെ. അപ്പൊ ജയേട്ടൻ ഒരു മുൻചുണ്ടിക്കാരനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോവില്ല, ഞാൻ ദൂരെ നിന്ന് കാണുകയും കേൾക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. കാരണം എന്തെങ്കിലും പറഞ്ഞാലോ പേടിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ പോയിരുന്നില്ല. അപ്പോൾ പുള്ളി ഇത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഒന്ന് കറങ്ങി പോകണമല്ലാതെ അവൻ എൻ്റെ അടുത്ത് വരികയോ എന്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. അന്ന് മുതൽ എന്നെ ഇഷ്ടമല്ലായിരുന്നു ജേട്ടൻ. ഞാൻ മഹാഹങ്കാരിയാണെന്നാണ് ജേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ജേട്ടൻ തന്നെ അത് പല വേദികളിലും എന്നെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇരുന്നിട്ട്. എങ്ങനെയാണ് ജേട്ടനൊട്ട് ഇത്രയും അടുത്തതെന്ന് ചോദിച്ചാൽ, ദേവരായ മാസ്റ്ററുടെ ഒരു പ്രോഗ്രാം ഒമാനിൽ മസ്കറ്റിൽ വെച്ച് നടത്തുന്നുണ്ട്. ദേവരായ മാസ്റ്ററാണ് അത് കണ്ടക്ട് ചെയ്യുന്നതും. ദേവരായ മാസ്റ്ററുടെ പ്രോഗ്രാം, അതിനകത്ത് ജേട്ടനും പി ജയചന്ദ്രൻ, പി മാധുരി, പി സുശീലാമ്മ, ഇത്രയും പേര് അടങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ മാഷ് എന്നെയും വിളിച്ചു അതിലേക്ക് പാടാനായിട്ട്. അങ്ങനെ ദേവരായ മാസ്റ്ററുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോൾ ജേട്ടനുണ്ട്. അപ്പം ദേവരായ മാഷാണ് എന്നെ പരിചയപ്പെട്ടത്. ഇവൻ തിരക്കേടില്ലാതെ പാടും അവൻ പറഞ്ഞു, ഇവൻ ഗോപൻ എന്നാണ് ഒരു പേര്. അദ്ദേഹത്തിന്റെ പേര് നിനക്കറിയാമല്ലോ. അതിനുശേഷം ഇപ്പൊ പലയിടത്തും വെച്ച് പറയാറുണ്ട്, ഗോപനെ പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഗോപനാണെന്ന് പറയുമായിരുന്നു. എത്ര വാത്സല്യമായിരുന്നു എൻ്റെ അടുത്ത്. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ എന്നൊരു പാട്ട് ജയേട്ടൻ എനിക്ക് വേണ്ടി അടുത്ത കാലത്ത് കൊറോണ സമയം കഴിഞ്ഞ ആ സമയത്ത് 2021 കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട്. 2020 തോന്നണം. അത് പിന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായ ആ പാട്ട്. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. ഇത് പിന്നെ സാഗരം ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് തൃശ്ശൂരുള്ള ഒരു മധു സപ്തവർണ്ണ ഒരു ബിൽഡറാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു 2 പാട്ട് ജയേട്ടനെ കൊണ്ട് വേണം, ജയേട്ടൻ്റെ പാട്ട്. നമ്മൾ ജയേട്ടൻ്റെ വലിയൊരു ആരാധനയാണ് അദ്ദേഹം. ഇഷ്ടമുള്ള ആരെങ്കിലും കൊണ്ട് എഴുതിക്കാം, ഇഷ്ടമുള്ളവരെ കൊണ്ട് സംഗീതം നൽകി ജയേട്ടൻ തന്നെ അത് ഏറ്റെടുത്ത് എനിക്ക് 2 പാട്ട് റെഡിയാക്കി തരണം. അങ്ങനെപ്പോൾ ജയേട്ടൻ എന്നെ വിളിച്ചു, ഗോപൻ 2 പാട്ടുണ്ട്, ഗോപൻ ചെയ്യൂ. അയ്യോ തീർച്ചയായിട്ടും എനിക്ക് പാടാനാ, തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അത് എഴുതാൻ ആരെ കൊണ്ട് എഴുതിക്കാം എന്ന് ചോദിച്ചു. അപ്പം അത് ജയേട്ടന് ഇഷ്ടമുള്ളവർ ആരെങ്കിലും, ഹരിനാരായണനാണെങ്കിൽ നന്നായിരിക്കും തോന്നണോ, ഹരിനാരായണൻ ഹരിയെ കൊണ്ട് ചെയ്യും. ഞാനും മനസ്സിൽ ഹരിയെ കൊണ്ടാണ് മനസ്സിൽ വിചാരിച്ചത്. ഗോപനും പറഞ്ഞല്ലോ, പിന്നെ ഹരി തന്നെ പറഞ്ഞു, ഹരിയെ ഫിക്സ് ചെയ്തു. പറഞ്ഞു തീരുന്ന മുമ്പേ പാട്ട് വന്നു. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം വാട്സാപ്പിൽ വന്നു. ഞാൻ കമ്പോസ് ചെയ്തു. പിന്നെ ഗുരുവും വായുവും, അത് മുതലൊരു പാട്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അത്
ഗുരുവും വായുവും ചേർന്നു ഭഗവാനെ ഗുരുവായി പ്രതിഷ്ഠിച്ച ഗേഹം അനുപമതാപസർ അനവധി കാലമായി ഭജനമിരിക്കുന്ന ഗേഹം. ഈ രണ്ട് പാട്ടും മനോഹരമായി പാടിത്തന്നു. ഈ രണ്ടാമത്തെ ഇപ്പൊ ഗുരുവുമായി എന്നുള്ള പാട്ടാണെങ്കിൽ അതങ്ങനെ ഈസി അല്ല, എളുപ്പം പാടി ഫലിപ്പിക്കാവുന്ന പാട്ടല്ല. എനിക്ക് ജയേട്ടൻ തന്നെ എന്നെ ദേഷ്യം വരും സംശയിച്ചാണ് ഞാൻ പാട്ട് പാടിക്കുന്നത്. ജയേട്ടനത് ഈസി ആയിട്ട് വളരെ നിമിഷങ്ങൾ കൊണ്ട് 1/4 മണിക്കൂറുണ്ട് ആ പാട്ട് പാടിത്തന്നത്. കാരണം ഈ കനകാംഗി രാഗമാണ്. എപ്പോഴും ഓർക്കാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ടുകൾ ലളിതഗാനങ്ങളിൽ വരികയാണെങ്കിൽ ഉദയഭാനസന്റെ മനോഹരമായൊരു ലളിതഗാനം, എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ എന്നടുത്തിരുന്നില്ലല്ലോ എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ. ഓ ഇതൊന്നുമല്ല, ചേട്ടൻ പാടിക്കെട്ടുണ്ട് അത് പാട്ട്. അയ്യോ അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട് ചേട്ടൻ. രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകിപ്പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത് രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. പിന്നെ പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ ഇന്നെന്താണ് ഉറക്കമില്ലേ. പിന്നെ ചേട്ടനെ പറഞ്ഞ എത്ര പാട്ടുകൾ. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അങ്ങനെ പോയ ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ഇതുവരെ കാണാത്ത കടവിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു. എങ്ങനെ അങ്ങനെ പോയ നേരം വിളിക്കുന്നവരിക്കാം. പിന്നെ മാത്രമല്ല രാത്രി കാലങ്ങളിൽ മിക്കവാറും ചേട്ടൻ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു 8:30 മണിക്ക് ഒരു കോൾ വരും. സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല, സംഗീതമല്ലാതെ പാട്ടുകളല്ലാതെ സുശീലാമ്മയെ കുറിച്ച്, MS സുഷാനെ കുറിച്ച്, മുഹമ്മദ് റാഫിയെ കുറിച്ച്, പിന്നെ ജയവരാം മാഷെ കുറിച്ച്, അർജുന മാഷെ കുറിച്ച്, രാഘവ മാഷെ കുറിച്ച്, ഇവരൊക്കെ ദക്ഷിണാമൃതസ്വാമിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ദക്ഷിണാമൃതസ്വാമി എങ്ങനെയാണോ പാടുന്നത് സംസാരിക്കുന്നത് ഇതെല്ലാം അനുകരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ മിമിക് ചെയ്യും പുള്ളി. അതുപോലെ നിഷ്കളങ്കനായ, ഏറ്റവും നിഷ്കളങ്കനായ, എന്നാൽ വളരെ സരസനായ നല്ലൊരു വ്യക്തിയായിരുന്നു. പണ്ട് ഹിറ്റായ പാട്ടുകളൊക്കെ തന്നെ ഇപ്പൊ കവർ സോങ്സ് ആയിട്ട് വരുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പത്തെ തലമുറ അത് നന്നായി കേൾക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടാവുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കേൾക്കുന്ന ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. പക്ഷെ പുതിയ തലമുറ അതിനെ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോവുകയും അതിന്റെ ഒറിജിനാലിറ്റി നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നൊരു സംശയം പൊതുവെ എല്ലാവരും ജേട്ടനെ പോലുള്ളവരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്കും ആ ഒരു ആശങ്കയുണ്ട്. പക്ഷെ അതിലർത്ഥമില്ലെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക്. കാരണം ഇപ്പൊ പഴയ കാലത്ത് ത്യാഗരാജ സ്വാമികളുടെ പാട്ടുകൾ, പിന്നെ കീർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ തിലാനകൾ, അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം എത്രയോ കൃതികളുണ്ട്. അത് അങ്ങനെ തന്നെയാണോ ഇപ്പോഴും പാടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതങ്ങനെ ഈ ത്യാഗരാജ സ്വാമി എങ്ങനെ പാടിയിരുന്നു എന്ന് ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇത് പാടി 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 പലരുടെയും പിന്നെ എത്രയോ തലമുറകൾ കൈമാറി വന്ന് ആ ത്യാഗരാജ സ്വാമി പാടിയിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ആർക്കറിയാം? അപ്പം കാലത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റും.
അനഘസങ്കല്പ ഗായിക അതെ എന്നുള്ള അതെ പാട്ട്, അതെ അത് ദാസേട്ടൻ അതെ പാടിയതുണ്ട്. അതെ അതിന്റെ മികവുണ്ട്. അതെ. ഞാൻ പക്ഷെ എപ്പോഴും കേൾക്കാറുള്ളത് ഉം. താങ്കൾ പാടിയിട്ട് യൂട്യൂബിൽ ആ പാട്ടുണ്ട്. അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെന്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാനയമുനയിൽ സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലു ഞാൻ നിത്യ തൃപ്തനാ.